നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വാരഫലമാകുന്നു. വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്ന ഈ വാരം 1201 ഇടവമാസം 26-ാം തീയതി മുതൽ 32-ാം തീയതി വരെയുള്ള ഒരു ആഴ്ചക്കാലം, അതായത് 2026 ജൂൺ 9 മുതൽ 15 വരെയുള്ള സമയം. ജൂൺ 15 കഴിഞ്ഞാൽ പിന്നെ മിഥുന മാസമായി. ഇവിടെ ഇടവമാസത്തിലെ അവസാനത്തെ വാരത്തിൻ്റെ ഫലമാണ് നാം ചർച്ച ചെയ്യുന്നത്. പ്രിയമുള്ള പ്രേക്ഷകർക്ക് വാരഫലത്തിലേക്ക് സ്വാഗതം. ഇവിടെ നാം ഈ വാരഫലം ചർച്ച ചെയ്യുന്ന ഈ ദിനത്തിൽ ഗ്രഹസ്ഥിതിയും കൂടി നമുക്ക് ചിന്തിക്കാം. മേടൻ രാശിയിൽ ചൊവ്വയും, ഇടവൻ രാശിയിൽ ആദിത്യനും, മിഥുൻ രാശിയിൽ ബുധനും, കർക്കിടകത്തിൽ വ്യാഴവും ശുക്രനും, ചിങ്ങൻ രാശിയിൽ കേതുവും, കന്നി രാശിയിൽ ഗുളികനും, കുംഭൻ രാശിയിൽ രാഹുവും, 12-ാം രാശിയിൽ അവസാനത്തെ രാശി അന്ത്യരാശിയിൽ ശനിയും ചന്ദ്രനുമാകുന്നു. ഓരോ രാശിക്കാരുടെയും എപ്രകാരമാണ് ശുഭാശുഭ ഫലങ്ങൾ എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഇവിടെ ഈ വാരഫലം ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ ശുക്രൻ മാത്രമാണ് കർക്കിടക രാശിയിലേക്ക് മാറിയിരിക്കുന്നത്. മറ്റ് ഗ്രഹങ്ങൾക്ക് വലിയ മാറ്റങ്ങളൊന്നും ഇല്ല. വ്യാഴം ജൂൺ 2-ാം തീയതി തന്നെ കർക്കിടകത്തിലേക്ക് തന്നെ ഉച്ചനക്ഷത്രത്തിലേക്ക് വന്നു കഴിഞ്ഞു. പിന്നെ ചന്ദ്രൻ മീനൻ രാശിയിലാണ്. ഇത് ചർച്ച ചെയ്യുമ്പോൾ, ഈ വാരഫലം ചർച്ച ചെയ്യുന്ന സമയത്ത് ഉത്രട്ടാതി നക്ഷത്രത്തിലാണ് ഞാനിത് ചർച്ച ചെയ്യുന്നത്. അവിട്ടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചതയം പുരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ കുംഭൻ രാശിക്കാർക്ക് രാശിയിൽ നിൽക്കുന്ന ഗ്രഹം രാഹുവാണ്. 7-ാം ഭാവത്തിൽ കേതു, 2-ാം ഭാവത്തിൽ ചന്ദ്രൻ, ശനി, 3-ാം ഭാവത്തിൽ ചൊവ്വ, 4-ാം ഭാവത്തിൽ ആദിത്യൻ, 5-ാം ഭാവത്തിൽ ബുധൻ, 6-ാം ഭാവത്തിൽ ഗുരുശുക്രന്മാർ, 7-ാം ഭാവത്തിൽ കേതു ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ പൂർണ്ണമായും കാളസർപ്പയോഗമുള്ളൊരു വാരമാണ്. രാഹു കേതുക്കളുടെ ഇടയിൽ ഗ്രഹങ്ങളില്ല. അതിനാൽ തനിക്ക് ശാരീരികമായി ഉണ്ടാകുന്ന അരിഷ്ടതകൾ, ന്യൂറോ സംബന്ധിച്ച അല്ലെങ്കിൽ യൂറോളജിയുമായി ബന്ധപ്പെടുന്ന അസ്വസ്ഥതകൾ വളരെ ശ്രദ്ധിക്കുക. പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഈ ജാതകത്തിൽ പലപ്പോഴും കുടുംബത്തിൽ സമാധാനം വളരെയധികം കുറയുന്നതാണ്. 2-ൽ ചന്ദ്രനാണ്. കുടുംബേ രതി ജായതേ തസ്യ തുച്ഛ, തൻ്റെ കുടുംബത്തിനോട് താല്പര്യം കുറയുക. വശം ദർശനയാതി ദേവാംഗനാഭി, ദേവസ്ത്രീ പോലും തൻ്റെ വശത്ത് വരുമെന്നാണ്. പലപ്പോഴും കുംഭൻ രാശിക്കാർ തങ്ങളുടെ ഒരു പ്രോജക്റ്റും ആരോടും പറയുവാൻ ഈ ഒരു വാരം പാടില്ല. കാരണം സൂര്യൻ വളരെ ദുർബലമായി 4-ാം ഭാവത്തിൽ നിൽക്കുന്നു. വിസുഖ പീഡിത മാനസ ചതുർത്ഥേ, സുഖം കുറയുക, മനസ്സിന് പീഡ അനുഭവിക്കുക. 4-ൽ സൂര്യൻ വരുമ്പോൾ ബന്ധുക്കൾ തന്നോട് കലഹിക്കും, അസൂയാലുക്കളാകും എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. തുരിയേ ദിനേശ അതിശോഭാധികാരാ ജനസമ്പ്രജയത് ബന്ധു വിഗ്രഹം ബന്ധുതോപി. 4-ൽ സൂര്യൻ വരുമ്പോൾ തൻ്റെ ബന്ധുക്കൾ തന്നോട് കലഹിക്കും, ദേശം വിട്ടു പോകുന്ന അവസ്ഥ വരും, ശത്രുമായുള്ള യുദ്ധത്തിൽ തനിക്ക് മാനഭംഗം വരും, മനസ്സിനൊരിക്കലും ശാന്തതയുണ്ടാകില്ല, ഏകാഗ്രതയോടുകൂടി ഡ്രൈവിംഗ് ചെയ്യണം. 2 വീലർ ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന വാരമാണ്. വാഹനം എവിടെയും കൊണ്ട് ഇടിച്ച് ബുദ്ധിമുട്ട് വരും, വളരെ ശ്രദ്ധിക്കണം. കാരണം കുംഭൻ രാശി ഒരു ദ്വിപാത് രാശിയാണ്, 2 ഉരുളുള്ള വാഹനങ്ങൾ ഓടിക്കുന്ന രാശിയാണ്. കാരണം അത് മനുഷ്യനാണ്, അത് ദ്വിപാത്താണ്. കർക്കിടകമാണെങ്കിൽ ഞണ്ടാണ്, ചതുഷ്പാത്ത് ബഹുപാത്ത് രാശിയാണ്. മകരവും അപ്രകാരമാണ്. ധനവും ചതുഷ്പാത്താണ്, മകരവും ബഹുപാത്ത് രാശിയാണ്. മേടം ചരരാശിയാണ്. ഇവിടെ ദ്വിപാത് രാശികൾ കന്നിയും മിഥുനവും അപ്രകാരം കുംഭവുമാണ്. അതിനാൽ വളരെയധികം വാഹന വിഷയത്തിൽ ശ്രദ്ധിക്കണം. അസമയത്തുള്ള ഡ്രൈവിംഗ് ശ്രദ്ധിച്ചു കൊള്ളണം. പലപ്പോഴും ചില സൗഹൃദങ്ങൾ വരിക, കുടുംബത്തിനോട് താല്പര്യം കുറയുക, അത് ഫാമിലി ലൈഫിൽ വളരെയധികം ബാധിക്കുന്നതാണ്. അതിനാൽ സൗഹൃദങ്ങളെ വളരെയധികം ശ്രദ്ധിക്കണം. സൗഹൃദങ്ങളുടെ തനിക്ക് ദോഷമാണ് ഉണ്ടാവുക. കാരണം 6-ലാണ് വ്യാഴം. അനാവശ്യമായ റാഷ് പ്രോമിസസ് പറയുക, അല്ലെങ്കിൽ തൻ്റെ വാക്കുകൾ മറ്റുള്ളവർ റെക്കോർഡ് ചെയ്ത് അത് തനിക്കെതിരെ ഉപയോഗിച്ച് ധനനഷ്ടം വരുന്ന സമയമാണ്. അതിനാൽ വളരെയധികം ആ വിഷയത്തിൽ ജാഗ്രത വേണം. സ്വർണം നഷ്ടപ്പെടും, ധനം നഷ്ടപ്പെടും, പൂർവികമായ സ്വത്ത് നഷ്ടപ്പെടും, അച്ഛൻ ശത്രുവായി തീരും. അച്ഛൻ്റെ ആരോഗ്യ വിഷയത്തിൽ വളരെയധികം ജാഗ്രത പാലിക്കണം. ഇവിടെ പലപ്പോഴും അച്ഛൻ്റെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് നടക്കാൻ പറ്റാത്തൊരു മകൻ എന്ന ഒരു വിഷയമൊക്കെ വരും. അപ്പോൾ അച്ഛൻ ശത്രുസ്ഥാനത്ത് വരും. തനിക്ക് ലഭിക്കേണ്ട ചില ആനുകൂല്യങ്ങൾ അച്ഛൻ ഉപേക്ഷിച്ച് കളയും, വേണ്ട എന്ന് വെക്കും. അതിനാൽ തർക്കമില്ലാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എല്ലാ കുംഭൻ രാശിക്കാരും. നമസ്തേ.